ജമ്മു കശ്മീരിലെ അവാമി ആക്ഷൻ കമ്മിറ്റിയും ഇത്തിഹാദുൽ മുസ്ലിമി എന്നീ സംഘടനകളും നിരോധിച്ചു. അടുത്ത 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. സംഘടനകളിലെ അംഗങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നിരോധനം. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? ജമ്മു കാശ്മീർ പ്രവർത്തിക്കുന്ന 2 സംഘടനകളെയാണ് ഇപ്പോൾ UAPA നിയമപ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമി, അതേപോലെ തന്നെ അവാമി ആക്ഷൻ കമ്മിറ്റി എന്നീ 2 സംഘടനകൾക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഇരു സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിപരീതമായുള്ള പ്രവർത്തനം ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും അതേപോലെ തന്നെ സാമ്പത്തികം ചെലവിടുന്നതും അടക്കം ഈ തീവ്രവാദത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഇത്തരം സാമ്പത്തികങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, വളരെ പരസ്യമായി തന്നെ ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്നും മോചിപ്പിക്കണം, സ്വതന്ത്രമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇരു സംഘടനകളും. സ്വാഭാവികമായും രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്ന, അഖണ്ഡതയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് 5 വർഷത്തേക്ക് UAPA നിയമപ്രകാരം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.